ഈ യൂട്യൂബിൽ സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ സിനിമയെ പറ്റി നിങ്ങൾ പണം മുടക്കി കണ്ട സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള അഭിപ്രായം പറയാനോ നമ്മുടെ ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഒരു വിഭാഗമുണ്ട്. നമുക്ക് ഇവിടെ ഒരു മൗലിക അവകാശമാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങളൊരു ബിരിയാണി കഴിച്ചു, ബിരിയാണി കൊള്ളില്ല, അതിന് നിങ്ങൾക്ക് ബിരിയാണി അരിയുടെ വിലയോ അല്ലെങ്കിൽ നെയ്യുടെ വിലയോ ബിരിയാണി പാകമോ ഒന്നും അറിയേണ്ടതില്ല. അതുപോലെ ഇത് വളരെ പഴയ ഒരു ചിന്താഗതിയാണ്. നമ്മൾക്ക് സിനിമയെ പറ്റി ആഴത്തിൽ അറിയണം, എഡിറ്റ് പാറ്റേൺ അറിയണം, അല്ലെങ്കിൽ കളർ പാലറ്റ് അറിയണം എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ഇഷ്ടമായില്ല. ഇപ്പൊ നിങ്ങൾ ഷർട്ട് ട്രയൽ റൂമിൽ പോയി ഇടുന്നു, നിങ്ങൾക്ക് അത് ഫിറ്റ് അല്ല എന്ന് മനസ്സിലാക്കുന്നു, നിങ്ങൾ തിരിച്ചു വരുന്നു, മറ്റൊരു ഷർട്ട് ഇടുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ എഡിറ്റ് പാറ്റേണോ ക്യാമറയോ ലെൻസോ നിങ്ങൾ ലൈറ്റിംഗ് സെൻസ് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ലല്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റിവ്യൂ ചെയ്യുന്നത് അല്ല, ഞാൻ എടുത്ത് പറയാം. ഞാൻ പറഞ്ഞതിന് കൃത്യമായ വ്യക്തത തരാം. അതായത് സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ റിവ്യൂവർ, അപ്പൊ പിന്നെ നിങ്ങൾ റിവ്യൂവർ അല്ല, ക്രിട്ടിസൈസർ എന്ന് പറഞ്ഞ പേര്. നിങ്ങൾ റിവ്യൂ ചെയ്യാനാണ്. സിനിമയെ കണ്ടു, ഞാൻ കണ്ട സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ അവകാശമുണ്ട്. ജനാധിപത്യം അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞോ, അഭിപ്രായം പറഞ്ഞു, ഞാനും പറയും അഭിപ്രായം. ഈ അഭിപ്രായം പറയുക, അതിന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോ മാനുഷികമായി നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതുപോലെ ഇത്ര ആളുകൾ, ഞാൻ പറയുന്നത് മാനുഷികമായിട്ടൊക്കെ ആലോചിക്കുമ്പോ പല റിവ്യൂവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടൊരു പരാതി, ഒരു സിനിമ ഇറങ്ങിയിട്ട് ഇപ്പൊ അതിനൊരു റിലാക്സേഷൻ സ്പാൻ എന്നൊക്കെ പറയുന്ന ഒരു ലൈഫ് സ്പാൻ കൊടുക്കണം, 3 ദിവസം കൊടുക്കണം എന്നൊക്കെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷെ ഈ 3 ദിവസങ്ങൾ റിവ്യൂവേഴ്സ് കാത്തിരിക്കുമ്പോൾ സിനിമ തിയേറ്ററിൽ ഇല്ല എന്നൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. പലപ്പോഴും പല സിനിമകളും കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകുമ്പോൾ അവിടെ സിനിമ ഉണ്ടാവുന്നില്ല. പലപ്പോഴും പല സ്റ്റാർസിന്റെ സിനിമകൾ മാത്രമാണ് ചിലപ്പോൾ 3 ദിവസമൊക്കെ താണ്ടി അവിടെ ഉണ്ടാവുന്നത്. അപ്പോ റിവ്യൂസ് ആദ്യ ഷോ കണ്ട് ആദ്യം റിവ്യൂ ചെയ്യുമ്പോ അതിനെ അതിജീവിക്കാനുള്ള മെറ്റീരിയൽ നിങ്ങൾ സിനിമയിൽ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്.